എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം മഴയൊക്കെ പെയ്ത് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും വാക്കത്തിയൊക്കെ തൂമ്പയൊക്കെ എടുക്കേണ്ട സമയമൊക്കെ ആയി. അപ്പോൾ ചേമ്പും ചേനയൊക്കെ നടേണ്ട സമയമൊക്കെ ആയില്ലേ. അത്യാവശ്യം കഴിഞ്ഞ മാസം നടേണ്ടതായിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് മഴ കിട്ടാത്തതുകൊണ്ട് ഇന്നലെയാണ് ആദ്യത്തെ മഴ പെയ്തേട്ടോ. അപ്പോൾ മണ്ണൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ഞാൻ കുറച്ച് ചേമ്പൊക്കെയുള്ള നടാൻ വേണ്ടി പോണേ കേട്ടോ. നമ്മൾ ചേമ്പ് പറിച്ചപ്പോൾ കുറേ ചേമ്പിൻ്റെ തടയൊക്കെ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ടല്ലേ. അതെല്ലാം മുറിച്ച് ഇനി നടണം കേട്ടോ. പ്ലേസൊക്കെ ഒരുക്കിയിട്ടില്ല. ഇനി പ്ലേസൊക്കെ ഒന്ന് ഒരുക്കണം. പൊന്നോ എന്നാ നടണേ? ചേമ്പ് ഒത്തിരി അടുപ്പിച്ച് നട്ടിട്ടും കാര്യമില്ല. ഒത്തിരി ഇതിലേക്ക് വെച്ച് നട്ടാൽ മാറിക്കാൻ തോന്നുമ്പോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്നൊക്കെ പറിച്ചപ്പോൾ നന്നായിട്ട് വിളവ് കിട്ടിയിട്ട് ഈ പ്രാവശ്യം അവിടെ നട്ടാൽ നല്ലതാവുമെന്ന് അറിയത്തില്ല. എന്നാലും കുറച്ച് ചാണകപ്പൊടിയും കരിയിലൊക്കെ ഇട്ട് ഞാൻ നടണം കേട്ടോ. ഇവിടെ തന്നെ ഒരു ചേമ്പിൻ്റെ തട കിടക്കണ്ട. അത് സാറിയില്ല കേട്ടോ. ഇതുണ്ടോ മഴ പെയ്തപ്പോഴത്തേക്ക് ഇഷ്ടമാതിരി മുളയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ വേരൊക്കെ അങ്ങ് ചെത്തിക്കളയാവേ. എന്നിട്ട് ഇത്ര വലിയ തടയായിട്ട് നട്ടാൽ കൊള്ളില്ല. ഈശോ വീഴാൻ തുടങ്ങിയിരുന്നു. അപ്പം വേരൊക്കെ അങ്ങ് ഒരുക്കിയിട്ട് മുളയുള്ളോടെ വെച്ചങ്ങ് കണ്ടിക്കുക. ഇത്ര വലിയ തടയായിട്ട് നട്ടാൽ ഉണ്ടാവില്ല കേട്ടോ. ഞാൻ പതിയെ ഇത് മുറിച്ചെടുക്കുക. കണ്ടോ പകുതിയായിട്ട് മുറിച്ചെടുക്കാം. ഇതൊന്നോടെ മുറിക്കാനുള്ളതുണ്ട്. ശരിക്കും കഴിഞ്ഞ മാസമായിരുന്നു നടേണ്ടത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് മഴയൊന്നും ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ടാണ് നടാണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് 3 പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നടാണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളെ ആദ്യത്തെ മഴ കേട്ടോ. നിങ്ങളൊക്കെ എല്ലാവരും ചേമ്പൊക്കെ നട്ടോന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നടുവാ കേട്ടോ. കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് ചാണകപ്പൊടി മേളിലിടുന്നുണ്ട് കേട്ടോ. പൊന്നൂനെ കൊണ്ട് നടിയിച്ച പൊന്നൂനെങ്ങാനും വലിയ ചൊറിയോ വല്ലതും ചെയ്താലോ. അതുകൊണ്ട് പൊന്നൂനെ കൊണ്ട് നടിയിക്കണില്ല. മണ്ണിടാം. പൊന്നുകുട്ടിക്ക് വലിയ ചൊറിയോ വല്ലതും ചെയ്താലോ കേട്ടോ. ഇച്ചിരി കരിയിലയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ഇനി മഴ പെയ്യാൻ താമസിച്ചാലും ഉണക്കൊന്നും പറ്റാണ്ടിരിക്കാനാണ് ഈ കരിയില ഇടുന്നത്. ഇത് ഉണ്ടോ ഈ മുള വന്നേക്കണമുണ്ടോ? മുളയുള്ള ഭാഗം മേളിലേക്ക് വന്നിട്ടോ. ഇങ്ങനെ നടണം കേട്ടോ. പൊന്നൂനെ അത് നടാൻ ആഗ്രഹം. പൊന്നൂനെ നടിയിക്കാം എന്നു പറഞ്ഞ് നടണേ. ഈശോയെ നിൽക്ക്. അത് വേറെ കുഴി കുത്തണം. നിൽക്ക് മാറിയിരിക്കും. ഇത് നടട്ടെ. ഇങ്ങനെ നമ്മൾ ചാണകപ്പൊടി ഇട്ടു. ഒത്തിരി ഒന്നും ഇടണില്ല കേട്ടോ. കുറച്ച് ചാണകപ്പൊടി, മണ്ണിടും. ഇങ്ങനെ പൊന്നിടണേ. കുറച്ച് കരിയില. അതിൻ്റെ പേരാണ് കരിയില. അമ്മ മാറിക്ക്. ഇവിടെ നമ്മളിവിടെയൊക്കെ ചേമ്പ് നട്ടാട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്നൊക്കെ പറിച്ച് അവിടെ കൂട്ടിയിട്ടേക്കും വിത്തൊക്കെ. അപ്പോൾ ഇവിടെ കൂടെ ഒരു തരം ഇവിടെ അതുണ്ട്. ഒത്തിരി അടുപ്പിച്ച് അങ്ങനെ നട്ടിട്ട് വലിയ കാര്യമില്ല കേട്ടോ. ഇത് മുള മേളിലേക്ക് വയ്ക്കും. നമ്മളീ മുഴുവനായിട്ട് നടന്നേക്കാളും ഭേദം ഇങ്ങനെ മുറിച്ച് നടുവാട്ടോ നല്ലത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇച്ചിരി നടാൻ ലേറ്റായിട്ടോ. അതുകൊണ്ട് തണ്ടരച്ചങ്ങ് പോയുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ആദ്യത്തെ മഴയ്ക്ക് തന്നെ ഈ പ്രാവശ്യം ഞാൻ നടണേ കേട്ടോ. നമ്മൾ കുംഭമാസത്തിലൊക്കെ നടണേന്നൊക്കെ കാരണന്മാർ പറയാറുണ്ട്. പക്ഷെ മഴ കിട്ടിയില്ല. അതുകൊണ്ടാണ് നടാണ്ടിരുന്നത്. എന്നിട്ട്
അപ്പോൾ നമ്മുടെ ഇവിടെ മിറ്റടിക്കണ കരിയില ചീഞ്ഞ് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് നന്നായിട്ടുണ്ടാവും കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നന്നായിട്ട് ഇവിടെയൊക്കെ നട്ടതൊക്കെ നന്നായിട്ടുണ്ടാകുമായിരുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ ഇവിടെ തന്നെ അങ്ങ് നടുവാണേ. നല്ല കരിയിലൊക്കെ ചീഞ്ഞ് വളമായ പ്ലേസാണ്. കരിയില ഇങ്ങനെ ചീഞ്ഞ് കിടക്കണോടത്ത് നല്ല മണ്ണിളക്കം ഉണ്ടേ. നമുക്ക് ചേമ്പ് നടാൻ വേണ്ടി മാത്രമായിട്ട് അങ്ങനെ ഒരു പ്ലേസ് ഒന്നുമില്ല കേട്ടോ. ഞാൻ അവിടെ ഇവിടെ ഈ കൊക്കോയുടെയും കാപ്പിയുടെയും ഒക്കെ ഇടവിലായിട്ട് പ്ലേസ് ഉള്ളോടത്തൊക്കെ അങ്ങ് നടാന്ന് ഓർത്തിരിക്കണേ. ഇവിടെ കാണാൻ വേണ്ടി കുഞ്ഞു നമ്മൾ ചേമ്പെടുക്കില്ലല്ലോ, എടുത്തൊന്നുമില്ലല്ലോ. കണ്ടോ, ഞാനിവിടെ ചേമ്പിൻ്റെ തണ്ടുണ്ടല്ലോ ഇവിടെ മൂടിയിട്ടേക്ക് പറഞ്ഞ് കുറേയൊക്കെ മുളയൊക്കെ അത് വന്നു തുടങ്ങി. കണ്ടോ, പക്ഷേ ഇതിലേക്കൊന്നും വലിയ നനവൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. മേളിൽ കൊക്കോയുടെ ഇത് നിൽക്കണോണ്ടാന്ന് തോന്നുന്നു. ഉണ്ടോ, അതിൻ്റെ കടയൊന്നും ഒരുക്കട്ടെ. പൊന്നിന് ഭയങ്കര ഇൻട്രസ്റ്റ്. അതാ കാലിലേക്ക് ഇങ്ങോട്ടാ എടുക്ക. ഇതുണ്ടോ, ഇതിൻ്റെ വേരൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം. അന്നേരം നല്ല മുളയൊക്കെ ഉണ്ടാവും. പൊന്നൂന് ഇങ്ങനെ മണ്ണിലേക്ക് ഇറങ്ങുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ്. ഇതുണ്ടോ കുഞ്ഞോ, രണ്ടോ മുളയൊക്കെ ഉണ്ടായി തന്നെ ഉണ്ടോ, കണ്ടോ? എല്ലാം ഇതിലേക്ക് ഇടല്ലേ, അത് മാറ്റി വയ്ക്കാം. അത് നമുക്ക് വേറെ നടാം. ഇത് നടണ്ടോ വെച്ച ഇത് നടാം. അതവിടെ ഇട്ടിട്ട് ഇത് നടും. അങ്ങനെ ഇനി എന്നെ ഇടണ്ടേ? ചാണകം നമുക്കിത്ര കരിയില ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇനി എങ്ങാനും മഴ പെയ്തില്ലെങ്കിൽ തന്നെ നമുക്ക് വെളിയിൽ നിന്നുള്ള ഒത്തിരി വെയിലങ്ങ് വരാൻ അയക്കാണ്ടിരിക്കാൻ വേണ്ടി കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മുറിച്ചൊക്കെ വയ്ക്കുമ്പോൾ ഇനി മഴ പെയ്യാണ്ട് വെയിലൊക്കെ ആയാലുണ്ടല്ലോ ഉണങ്ങിപ്പോവുകയും അല്ലേ. മുളയുണ്ടാകുന്നുണ്ടോ ഇതിൻ്റെ? ഇതങ്ങ് വെട്ടിക്കളഞ്ഞു. ഇതിൻ്റെ മുളയൊക്കെ ഉണ്ട്. കൊച്ചു കൈ കൊണ്ട് കാണിക്കില്ലേ, അമ്മ ഇതും കൊണ്ട് വാക്കത്തേക്ക് ശരിയാക്കി തരാമെന്നേ, ഒരുക്കി തരാമെന്നേ. ഇനി എവിടെയും നമുക്ക് നടണ്ടേന്ന് നോക്കി. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ചേമ്പ് നടിയിലും പരിപാടികളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിലിടണം. അറിയാവുന്ന രീതിയിൽ അങ്ങ് ചെയ്തു വെച്ചാട്ടോ. ഒത്തിരി വലിയ കർഷകയോ അങ്ങനെയൊന്നുമല്ല ഞാൻ ജസ്റ്റ് കണ്ടിട്ടുള്ളത്. നമുക്ക് ആവശ്യത്തിനുള്ളതൊന്ന് പറിച്ചു തിന്നാൻ വേണ്ടി മാത്രമായിട്ട് നടണേ കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനി നമുക്ക് നാളെ കാണാം.